എനിക്ക് ദേവസ്വം മന്ത്രിയോട് 6 ചോദ്യങ്ങളാണ് ചോദിക്കാനായിട്ടുള്ളത്. ഒന്ന്, 1999 വ്യവസായിയായ വിജയ മല്ലയ്യ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശി നൽകിയെന്നാണ് വാർത്തകൾ. അത് ദേവസ്വം ബോർഡിന്റെ രേഖയിൽ എങ്ങനെ ചെമ്പായിട്ട് മാറി? ഈ തിരുത്തലിന്റെ പിന്നിൽ ആരാണുള്ളത്? വിജയ മല്ലയ്യുമായി കരാർ പൂർത്തീകരിച്ചതിന്റെ രേഖകൾ പുറത്തുവിടാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമോ? 2, ശബരിമലയിൽ സ്വർണം പൂശാനെന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ കേരളത്തിനകത്തും പുറത്തും വ്യാപകമായി പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 3, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു മാനുവലുണ്ട്, ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവുകളുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ ദ്വാരപാല ശില്പങ്ങളും പീഠവും ഒക്കെ എങ്ങനെ സംസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് പോയി? വാസ്തവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ അനുസരിച്ച് അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അത് ശബരിമലയിൽ തന്നെ വെച്ച് നടത്തേണ്ടതാണ്. ദേവസ്വത്തിനും ദേവസ്വം മന്ത്രിക്കും ഈ മാനുവലിനെ പറ്റി അറിയാവുന്നതല്ലേ? അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കണം, എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനുള്ള അനുമതി ലഭിച്ചു? ആരാണ് ഈ അനുമതി കൊടുത്തത്? 4, ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും വ്യക്തമായ രീതിയിൽ അത് പരിശോധിക്കാനും അത് എത്ര തൂക്കി നോക്കേണ്ടതുമാണ്. എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത്. എത്ര കിലോ സ്വർണം കൊണ്ടുപോയി, എത്ര കിലോ സ്വർണം തിരികെ വന്നു, ഇതേ സംബന്ധിച്ചുള്ള രേഖകൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ടോ? ഇത്രയും നിസ്സാരമായി കൈകാര്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 4 കിലോ സ്വർണം കാണാനില്ല എന്നുള്ളതാണ്. അതൊരു ചെറിയ സംഭവമാണോ? ദേവസ്വം ബോർഡ് പറയേണ്ട കാര്യമാണ്, ദേവസ്വം മന്ത്രി പറയേണ്ട കാര്യമാണ്. തന്നെയുമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും വലിയ സ്വാധീനം എങ്ങനെ ശബരിമലയിൽ വന്നു? അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്വാധീനം ഉള്ളത് കൊണ്ടല്ലേ ഈ സ്വർണ്ണപ്പാളി വെളിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരമുണ്ടായത്? 5, ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായിട്ട് ഏതാണ്ട് 10 വർഷമായി. എന്തുകൊണ്ട് ഇതുവരെ അത് റിപ്പോർട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ഇത്രയും വിലപിടിപ്പുള്ള സാധനം കാണാതെ പോയിട്ടും ദേവസ്വം ബോർഡ് ഒരു പരാതിയും കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ട് ഓഡിറ്റിൽ, ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റിൽ പോലും പീഠം കണ്ടില്ല അല്ലെങ്കിൽ കാണാതെ പോയി എന്നുള്ള വസ്തുത എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല? ഇവിടെ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയാണ് ഈ സ്വർണം പൂശാനായി വിജയ മല്ലയുടെ കാലത്ത് ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നു. അന്ന് സ്വർണം പൂശി കൊടുത്തത് പിന്നെ എങ്ങനെ ചെമ്പുപാളിയായി? അതോടൊപ്പം തന്നെ ആരാണ് ആ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചത്? അതിനുശേഷം ഈ സ്വർണ്ണപ്പാളികളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ? ഈ 6 ചോദ്യങ്ങളാണ് എനിക്ക് ദേവസ്വം മന്ത്രിയോട് ചോദിക്കാനുള്ളത്.